Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ മെഷീൻ വെയിറ്റ് നോക്കാൻ വേണ്ടിയുള്ളതാണ്. നിന്റെ വെയിറ്റ് കാണുന്നില്ലല്ലോ. സൂചി അനങ്ങുന്ന പോലും ഇല്ല. എന്തെങ്കിലും കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യൂട്ടോ. പത്ലു വേണ്ട. ദേവി, ഇത് ഒരാള് വെച്ച് കയറ്. ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ എന്റെ വണ്ണം കുറച്ചിരിക്കും. അപ്പൊ നീയൊക്കെ എവിടെ പോയി ചിരിക്കുന്ന എനിക്കൊന്ന് കാണണം. അതുപോലെ ഞാൻ എന്റെ വെയിറ്റ് കൂട്ടുകയും ചെയ്യും. എപ്പോ? ഈ ജന്മത്തിലോ അതോ അടുത്ത ജന്മത്തിലോ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നീ നിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ജോഗിങ് ചെയ്യുന്നു, ഞാൻ എന്റെ ഭാരം കൂട്ടാൻ വേണ്ടി ജോഗിങ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരേപോലത്തെ എക്സസൈസ് കൊണ്ട് എങ്ങനെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്? പത്തിലും ഒരുപാട് ആലോചിച്ച് കൂട്ടണ്ട. ഓടാൻ പറഞ്ഞാ ഓടുക. വേണ്ട. എന്തേ നിങ്ങൾ ചിരിക്കുവാണോ? ഓടിക്കോ ഓടിക്കോ. അല്ല, ഈ പട്ടികൾക്ക് നമ്മളായിട്ട് എന്താ പ്രശ്നം? ഓടിക്കോ. രക്ഷിക്കണേ. പഴം കഴിച്ച വണ്ണം കൂടും. ഇങ്ങനെ പോയാ നീയല്ല കൊരങ്ങായിരിക്കും വണ്ണം വയ്ക്കുക. ഇങ്ങനെ പോയ കുളത്തിന്റെ വണ്ണം കുറയും, നിന്റെ അല്ല. മതി മതി, ഇനി കഴിക്കാൻ കഴിയില്ല. വയറ് നിറഞ്ഞു പോയി. ഇപ്പൊ തന്നെ ഒരു സമൂസയെ കഴിച്ചുള്ളൂ. അത് മുഴുവനായിട്ട് കഴിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന് ശരീരം പുഷ്ടി വെക്കാനാ? മോട്ടു, ഇതാ ഇപ്പൊ തന്നെ ഞാൻ മോട്ടുവിന് സമോസ കൊണ്ടുവരാം. നോക്ക്, ഇങ്ങനെ കഴിച്ചാ നിന്റെ വണ്ണം കുറയാൻ പോകുന്നില്ല. തൂക്കത്തിന്റെ കാര്യമൊക്കെ വിട്ടുകളാ. മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇരുന്നാ പോരെ. മോട്ടു, എത്ര മില്ലിഗ്രാം വെയിറ്റ് നിന്റെ കുറഞ്ഞടാ? പത്ലു, ഇതിനകം നിന്റെ എത്ര തൂക്കം കൂടി? ഡോക്ടർ ജഡ്കെ എവിടെയാ ഉള്ളത്? പൊളിച്ചെടുത്തല്ലോ. മോട്ടു, നീ നിന്റെ വെയിറ്റ് ഒരുപാട് കുറയ്ക്കുമെന്നല്ലേ പറഞ്ഞത്? എന്താ പറ്റിയത്? പത്ലു, നീ നിന്റെ വെയിറ്റ് കൂട്ടുമെന്നല്ലേ പറഞ്ഞത്? നിനക്കിപ്പോ എന്താ പറ്റിയത്? ചിരിക്കണ്ട. എന്റെ മൂഡ് അല്ലെങ്കിൽ തന്നെ പോയിരിക്കുക. വലിയേട്ടാ, എന്റെ ഈ ശരീരം കുറയുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എന്തെങ്കിലും ചെയ്യ് ഡോക്ടർ ജഡ്കായി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്തൊക്കെ ചെയ്തിട്ടും എത്ര കഴിച്ചിട്ടും എന്റെ വണ്ണം കൂടുന്നില്ല. ഒരു സമോസ മുഴുവൻ കഴിച്ചു, എന്നിട്ടും കൂടുന്നില്ല. വലിയേട്ടാ, ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. കണ്ടില്ലേ, ശരീരം കുറയുന്നില്ല. ഓടാൻ പോയ പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നു, നീന്താൻ പോയ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം പറ്റുന്നു. ഓ മോട്ടു, എന്റെ ചങ്കേ, നീ ഇത് കണ്ടോ? ത്രെഡ്മിൽ നിനക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. നീ ഇതിലൊന്ന് കയറി നിന്നേ മോട്ടു. വലിയേട്ടാ, നിർത്ത്, ഇതിനൊന്ന് നിർത്ത്. അയ്യോ, ഇതിന് നിർത്താൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ആരെങ്കിലും ഒന്ന് നിർത്ത്. മോട്ടു, എന്താ ഇത്? ചിക്കം സാറേ, രക്ഷിക്കണേ, ഇതിനെ ഒന്ന് നിർത്തൂ. എന്റെ അമ്മോ, മോട്ടു പറയുന്നു രക്ഷിക്കൂ എന്ന്. പക്ഷെ ആദ്യം ഞാൻ സ്വയം രക്ഷപ്പെടാൻ നോക്കട്ടെ, എന്നിട്ട് മോട്ടുവിനെ രക്ഷപ്പെടുത്താൻ നോക്കാം. മോട്ടോ നിർത്ത്, ഒന്ന് നിർത്ത് പ്ലീസ്. എങ്ങനെ
എന്റെ മമ്മി എന്റെ നടു ഒടിഞ്ഞു പോയല്ലോ. എന്റെ നടുവിന്റെ കാര്യത്തിൽ തീരുമാനമായിന്നാ തോന്നുന്നത്. ഓ മോട്ടു എന്റെ ചങ്കെ ഇത്രയും സ്പീഡിൽ ഓടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് ദേഷ്യം വരാത്തത് വന്നാലുണ്ടല്ലോ. എന്റെ ചങ്കെ നീ എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതാ ഈ ഗുളിക കഴിക്ക്, ഇത് നിന്റെ ഭാരം കുറയ്ക്കും. ആ പത്തുലു, നീ ഈ ഗുളിക കഴിക്ക്, ഇത് നിന്റെ ഭാരം കൂട്ടും. ആ പൊളിച്ചേ. എന്റെ വലിയേട്ടാ ഇത് കലക്കിട്ടോ. ഇതെന്തായി കാണിച്ച നിങ്ങള്? ഇത് എന്നെ വല്ലാണ്ടങ്ങ് മെലിപ്പിച്ച് കളഞ്ഞല്ലോ. എന്റെ വണ്ണം കുറച്ചാ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്തായി കാണിച്ചത്? ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താ ഈ ചെയ്തത്? കുറച്ച് വണ്ണം കൂട്ടാൻ വേണ്ടിയല്ലേ പറഞ്ഞത്? എന്തിനാ ഇപ്പൊ ഇത്രയധികം വണ്ണം കൂട്ടിയത്? ഞങ്ങളുടെ ശരീരം ശരിയാക്കി താ, വേഗം ശരിയാക്കി താ. അത് ഉടനെ ചെയ്യാൻ പറ്റില്ല എന്റെ ചങ്കെ. മറുമരുന്ന് ഉണ്ടാക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഇങ്ങനെ തല്ലിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ പറയൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാവുന്നില്ലേ? എവിടെയോ കണ്ട പോലെയുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇത് മോട്ടുവാണ്, ഞാൻ പത്ലു. ഇത് വോട്ടു, പിന്നെ നീ പത്തലു. ചേടാ, ഇതെങ്ങനെ സംഭവിച്ചു? ഡോക്ടർ ജഡ്കയുടെ ഗുളിക കഴിച്ചതേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. ഇനിയാണ് തമാശ. നീയൊക്കെ ചെയ്തതിന്റെ പണി തിരിച്ച് ഞാനിപ്പോ തരാൻ പോവാ. നിന്നെയൊക്കെ എടുത്തിട്ട് തുണി അലക്കത്തെ പോലെ ഞാൻ അലക്കാൻ പോവാടാ. പിന്നെ നീയൊക്കെ പഴഞ്ച തുണി പോലെ ആയിപ്പോവും. നീയൊക്കെ തന്ന 100 അടിക്ക് പകരം ഞാനിപ്പോ ഒരു 1.5 അടിയാ തരാൻ പോകുന്നേ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത അല്ലേ നമ്പർ 2? കവിതയുടെ കാര്യമൊക്കെ വിട്ട് മോട്ടൂനെ പിടിക്കാൻ നോക്ക്. ഇന്ന ഈ സമൂസ കഴിച്ചോ, എന്നിട്ട് പണി തുടങ്ങിക്കോ. അല്ല, ഇതിന്റെ മണം തന്നെ കൊള്ളത്തില്ലല്ലോ. പിന്നെ ഇതെങ്ങനെയാ ഞാൻ കഴിക്കുക? അടിക്കവനെ അടിച്ച് ശരിയാക്ക്. ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള കണക്കെല്ലാം തുല്യമാക്കണം. പലിശ സഹിതം. എടാ തടിയാ, പത്തുലൂരിനെ കൂടെ പിടിച്ചോട്ട് വേണ. ഓടിക്കോ. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഐഡിയ. ചിങ്കം സാർ എത്തിപ്പോയി. അടിക്ക പ്ലീസ്, ഞങ്ങളെ അടിക്ക്. ചിങ്കം സാറ് നിങ്ങൾക്ക് തല്ലാനുള്ള പെർമിഷൻ തരും. ഇവരെ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. വരൂ, നമുക്കിനി ആ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് കണ്ടില്ലേ? ഇത് കുടിച്ചാൽ നിങ്ങൾ രണ്ടുപേരുടെ രൂപം പഴയതുപോലെ ആയി മാറുന്നതായിരിക്കും. മോട്ട് പത്തലോ, ഇങ്ങനെ ഇരിക്കുന്ന നല്ലത്. എന്നാലേ എനിക്ക് ഇവന്മാരെ എടുത്തിട്ട് ഇടിക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഡോൺ ആവുന്നതിൽ നിന്ന് ഇവന്മാർക്ക് എന്നെ തടയാൻ പറ്റില്ല. ഈ മരത്തിന് ഒരിക്കലും ഇവന്മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ബൈ ബൈ. വേഗം ചെന്ന് അവനെ പിടിക്ക്. എനിക്ക് അധികം നേരം ഓടാൻ കഴിയില്ല. അധികമല്ല, എനിക്ക് ഒട്ടും ഓടാൻ കഴിയില്ല. പത്ലു, നീ ഒന്ന് കിടന്നാ മതി. മോട്ടു നിന്റെ മീതെ കേറി ഉരുണ്ട് ചേസ് ചെയ്തോളും. ബോൾ ഉരുണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് പോയാ മതിന്നേ. ഓട്ടപ്പത്തിന് എവിടെ അടുത്ത് പോയി നോക്കണേ. എടാ, നീയൊക്കെ എവിടെയാണേ? വേണ്ട വേണ്ട. അങ്ങനെ ഞാൻ എവിടെയാണ് ബോസ്? എവിടെയാ? എടാ മന്ദാവതികളെ, എന്റെ ദേഹത്ത് ചവിട്ടി നിന്നിട്ട് ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ആദ്യം നിങ്ങൾ എന്റെ ദേഹത്ത് നിന്ന് മാറി നിൽക്കണേ. സോറി ബോസ്, സോറി. ഓടിക്കൂ. ജീവനെ കൊതിയുണ്ടെങ്കിൽ ഓടിക്കൂ. മര്യാദ ഗുളിക. ഇല്ല 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 ഇല്ല, ധൈര്യം ഉണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ.
ദാ വീണ്ടും ഞാൻ വീണു. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? The name is ചിങ്കം. എന്റെ അമ്മോ, എന്റെ നടു വീണ്ടും ഒടിഞ്ഞു പോയി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. ജോൺ മര്യാദക്ക് ആ ഗുളിക തിരിച്ചതാ, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. നിനക്ക് എന്റെ കയ്യിൽ നീ മരുന്ന് വാങ്ങിക്കാൻ കഴിയില്ല. നീ എന്താ ഈ കാണിച്ചത് ജോൺ? അത് മുഴുവനും കുടിച്ചു തീർത്തോ? ഇതെന്തായി സംഭവിക്കുന്നത്? പിടിക്കണോ, രക്ഷിക്കണേ. ദേ കണ്ട, അവൻ പോയി. ഇനി വേഗം ഞങ്ങൾക്ക് ആ ഗുളിക തന്നെ ഞങ്ങളെ പഴയതുപോലെ ആക്കിത്താ. ഓ എന്റെ ചങ്കേ, എന്റെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് മരുന്നുണ്ട്. അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അയാളെ വിടരുത്. Watch India's largest kids library only on Geo Hotstar. Download the app now.